ഹായ് ഓൾ, വെൽക്കം ടു കരിയർ മലയാളം 24/7. എൻ്റെ പേര് ജിജി. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഗ്രി പ്രിലിംസിന്റെ എക്സാം ഡേറ്റ് ആണ്. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഡിഗ്രി പ്രിലിംസിന്റെ എക്സാം ഡേറ്റ് എന്താണെന്ന്. അപ്പൊ സാധാരണയായിട്ട് നമ്മൾ ഡിഗ്രി പ്രിലിംസ് വരുന്നത് ശരിക്കും ഏപ്രിൽ, മെയ്, ജൂൺ ഈ മാസങ്ങളിലായിട്ടാണ് എല്ലാ വർഷവും വരുന്നത്. അപ്പൊ ഈ വർഷം നമുക്കറിയാം ഇലക്ഷനും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മെയ് മാസത്തിലായിരിക്കും ഡിഗ്രി പ്രിലിംസ് വരുന്നത്. അപ്പൊ നിങ്ങൾ പല ആൾക്കാരും വിചാരിക്കും എനിക്കെങ്ങനെയാണ് ഈ മെയ് മാസം എന്ന് കൃത്യമായിട്ട് ഞാനിങ്ങനെ ഉറപ്പിച്ച് പറയാൻ കാരണം എന്ത്. അപ്പൊ ഞാനൊരു പ്രിഡിക്റ്റ് ഒന്നും ചെയ്തതല്ല, ഞാൻ PSC ഓഫീസിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡിഗ്രി പ്രിലിംസ് എപ്പോഴാണ് നടക്കാൻ സാധ്യത എന്ന് വിളിച്ച് ചോദിച്ചായിരുന്നു ഞാൻ. അപ്പൊ അവര് പറഞ്ഞാണ് മെയ് മാസത്തിലാണ് ഡിഗ്രി പ്രിലിംസ് നടക്കാൻ സാധ്യത എന്ന്. അപ്പോ അതാണ് പറയാൻ വേണ്ടി വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് സിലബസ് നോക്കാം. സിലബസ് ഈ വർഷവും മാറ്റമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്, കോമൺ ഡിഗ്രി പ്രിലിംസിന് ഒരു സിലബസ് ഉണ്ട്, അത് തന്നെ ആയിരിക്കും ഈ വർഷവും വരുന്നത്. അപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. എക്സാം ഡേറ്റ് വരട്ടെ, എക്സാം മാസം വരട്ടെ എന്നുകൊണ്ട് കാത്തിരിക്കുന്നത്, നിങ്ങൾ പഠിച്ചു തുടങ്ങുക കേട്ടോ. അപ്പൊ ഇത് മെയിൽ തന്നെ ഇപ്പൊ കുറെ പേര് തർക്കുണ്ടാവും. മെയിൽ തന്നെ ആയിരിക്കില്ല, ചിലപ്പോൾ മെയിലായിരിക്കില്ല, ഏപ്രിലായിരിക്കും, മാർച്ചിലായിരിക്കും, ഇതൊക്കെ തർക്കുണ്ടാവും. ഞാൻ PSC ഓഫീസിൽ വിളിച്ചിട്ടാട്ടോ പറഞ്ഞത്, ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാ ദിവസവും രാവിലെ ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ 8 മണിക്ക്. അപ്പൊ അതും കൂടി നിങ്ങൾ മാക്സിമം ഒന്ന് കാണാൻ വേണ്ടി പറ്റുവാണെങ്കിൽ ശ്രമിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞു വെച്ചാൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് വരുന്നത്. അപ്പൊ ഓരോന്നിനും എത്ര മാർക്കാണെന്ന് ആദ്യം നോക്കാം. ഹിസ്റ്ററിക്ക് 10 മാർക്കാണ് വരുന്നത്. 10 മാർക്കാണ്. ഈ 10 മാർക്കിൽ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട്, അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി വരുന്നുണ്ട്, കേരള ഹിസ്റ്ററി വരുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത് ജോഗ്രഫിക്ക് 5 മാർക്കേ ഉള്ളൂ. 5 മാർക്കിൽ തന്നെ ഇന്ത്യൻ ജോഗ്രഫി വരുന്നുണ്ട്, കേരള ജോഗ്രഫി വരുന്നുണ്ട്, അതുപോലെ തന്നെ വേൾഡ് ജോഗ്രഫി ഓർ ഫിസിയോഗ്രഫി വരുന്നുണ്ട്. ഇനി എക്കണോമിക്സ് 5 മാർക്കാണ് വരുന്നത്. സിവിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്. സിവിക്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഒരുമിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് 10 മാർക്കാണ്. കറണ്ട് അഫെയർ PYQ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗം PYQ പ്ലസ് കറണ്ട് അഫയേഴ്സ് ആണ്. ഇനി ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 5 മാർക്കാണ് വരുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്കാണ്. പിന്നെ ബാക്കി ഇതാണ് നമ്മൾ 50:50 എന്നാണ് പറയുന്നത്. 50:50 എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ 5 മാർക്ക് 50 മാർക്ക് ഈ ഭാഗത്ത് കഴിഞ്ഞു. ബാക്കി 50 മാർക്ക് 3 എണ്ണം കൂടിയിട്ടാണ്. 20 മാർക്ക് മാത്സ്, 20 മാർക്ക് ഇംഗ്ലീഷ്, 10 മാർക്ക് മലയാളം. അങ്ങനെയാണ് ഈ ഭാഗത്തെ 50 മാർക്ക് വരുന്നത്. ഇനി എങ്ങനെയാണ് ഇത് പഠിക്കാൻ പറ്റുക? ഏറ്റവും എളുപ്പത്തില് നിങ്ങൾക്ക് എന്താണ് പഠിക്കാൻ പറ്റുക ചോദിച്ചു കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, ഡിഗ്രി പ്രിലിംസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ രണ്ടാമത്തെ 50 ഭാഗമാണ്. നല്ലപോലെ മാത്സ് ഇരുന്ന് പഠിക്കുക, നല്ലപോലെ ഇംഗ്ലീഷ് ഇരുന്ന് പഠിക്കുക, നല്ലപോലെ മലയാളം ഇരുന്ന് പഠിക്കുക. നിങ്ങളുടെ എല്ലാ ദിവസത്തെയും നിങ്ങൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ, ആ എല്ലാ ദിവസത്തെ ടൈം ടേബിളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇത് നിങ്ങൾ ഉൾപ്പെടുത്തുക. ഇംഗ്ലീഷും മാത്സും മലയാളവും സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ. ഇപ്പൊ എല്ലാവർക്കും മാത്സും ഇംഗ്ലീഷും മലയാളവും ഒക്കെ ഭയങ്കര എളുപ്പമായിരിക്കണമെന്നില്ല. ചില ആൾക്കാർക്ക് ഭയങ്കര കഷ്ടം ഉണ്ടാവും, സ്വാഭാവികമായിട്ട് ഉണ്ടാവും, ഭയങ്കര കഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പഠിക്കുക. ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യുക ഏതെങ്കിലും, അല്ലെങ്കിൽ ഓഫ്ലൈൻ ആണ്. ഇപ്പൊ എല്ലാവർക്കും എന്തായിരുന്നു, ഓൺലൈൻ ഒന്നും എല്ലാവർക്കും പറ്റില്ല, ചിലവർക്ക് ഓഫ്ലൈൻ ആയിരിക്കും പറ്റുന്നത്. അപ്പൊ ഓഫ്ലൈൻ പറ്റുന്ന സമയത്ത് നിങ്ങൾ ഓഫ്ലൈനിൽ പോവുക. ഓൺലൈൻ എല്ലാവർക്കും പറ്റുണ്ടാവില്ല. അപ്പൊ ഓഫ്ലൈനിൽ പോവാ. ഇന്ന ക്ലാസ് തന്നെ വേണം. ഇനിയിപ്പോ ചില ഫിനാൻഷ്യൽ സ്ട്രഗിൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും, ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടാവുന്ന സമയത്ത് എന്തായിരുന്നു, നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെ, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് പഠിക്കാൻ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. ഇപ്പൊ ഒരു സിലബസ് എടുക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ സിലബസിൽ നിന്ന് നമുക്ക് മാത്സോ മലയാളോ എന്തിലാന്ന് വെച്ചപ്പോ നോക്കട്ടെ. ബാക്കി 50. ഇത് മാത്സ് 20 മാർക്ക്. ആദ്യത്തെ 10 മാർക്ക് സിമ്പിൾ അരിത്തമെറ്റിക്കിനാണ്. ഓക്കെ, 10 മാർക്കാണ് വരുന്നത്. നിങ്ങൾ ആദ്യം ചെയ്യുക നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും. ഇതങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. എവിടെ? യൂട്യൂബില്.
യൂട്യൂബിൽ അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇഷ്ടംപോലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. ഇഷ്ടംപോലെ ക്ലാസ്സുകൾ, ഒത്തിരി സാമാരും ടീച്ചർമാരൊക്കെ ഒത്തിരി ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടാവും ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യാം, കുത്തിയിരുന്ന് പഠിക്കാൻ വേണ്ടി നോക്കുക. നല്ല രീതിയിൽ നിങ്ങൾ ഇത് പഠിക്കുക. അപ്പോ ഇപ്പൊ എല്ലാവർക്കും എല്ലാ ടീച്ചേഴ്സും എടുക്കുന്നത് ഇഷ്ടപ്പെടില്ല. അത് ഇപ്പൊ ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അയ്യോ ഈ സാറിന്റെ ക്ലാസ്സിൽ എനിക്ക് ഇഷ്ടമായി ഇല്ല എന്ന്. ചില ആൾക്കാർ പറയും, ഈ സെയിം സാറിന് തന്നെ പറയും, അയ്യോ സാറിന്റെ ക്ലാസ് എന്ത് രസമാണ്, നല്ല രസമാണ്, ക്ലാസ് എന്തായിരുന്നു നമുക്ക് എടുക്കാം എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ടേസ്റ്റുകൾ പറഞ്ഞാൽ വ്യത്യാസമാണ്. ഇപ്പൊ ചില ആൾക്കാർക്ക് നല്ല സ്പീഡ് പഠിപ്പിക്കുന്നതായിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്കൊക്കെ എന്തായിരുന്നു ഭയങ്കര സ്ലോയിൽ പഠിപ്പിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഒരു ആവറേജ് ഒരു മീഡിയം ലെവലിലായിരിക്കും ഇഷ്ടം. അപ്പോ നമ്മളെല്ലാവരും ഇൻഡിവിജ്വൽ ആണ്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുന്ന ടീച്ചേഴ്സും സാർമാരും അവരുടെ രീതികളും ഒക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങൾ ആദ്യം ഒബ്സർവ് ചെയ്യണം ആരുടെ ക്ലാസ് ആണ് നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളത് എന്ന്. നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് അത് ഓക്കെ ആണെങ്കിൽ ആ സാറിന്റെ ക്ലാസ് ഫോളോ ചെയ്യാം. യൂട്യൂബിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫ്രീ കണ്ടന്റ് കിട്ടും. അപ്പൊ എന്തിനാണ് പിന്നെ നമ്മൾ ഓൺലൈനൊക്കെ ജോയിൻ ചെയ്യണത്, ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യണമെന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് ആയിട്ടാണ്. ഇപ്പൊ ചില സമയത്ത് നമ്മൾ തന്നെ നമ്മുടെ ബോസ് ആവുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ പഠിക്കും, പഠിക്കാതെയും ഇരിക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ എവിടെയെങ്കിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യാം. അല്ല നമുക്കൊരു ഡെഡിക്കേഷൻ ഉണ്ട്, നമുക്ക് ഇത് ഏറ്റവും അത്യാവശ്യമാണ് ജോലി, നമുക്കിതില്ലാണ്ട് പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ നമുക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നല്ല മെനക്കെട്ട് ഇരുന്നിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി നോക്കുക. മെനക്കെട്ട് ഇരുന്നിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക. പഠിക്കുക, വ്യക്തമായിട്ട് തറവായിട്ട് പഠിക്കുക. എന്നിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യാം. മോക്ക് ടെസ്റ്റിന് വേണ്ടി മാത്രം ഇപ്പൊ ചില സ്ഥലങ്ങളിൽ മോക്ക് ടെസ്റ്റിന് വേണ്ടി മാത്രം ഉണ്ട്. അപ്പൊ അതിന് ചെയ്യാം. ഇനി ചിലപ്പോ നമുക്ക് ഇനി മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പോ നിങ്ങളൊരു ടോപ്പിക് പഠിക്കുകയാണ്, ഒരു ടോപ്പിക് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. നിങ്ങൾ അതായത് ഓൺലൈനിലും ഓഫ്ലൈനിലും പോവാത്ത ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. ബാക്കിയുള്ളവരും എന്തായിരുന്നു, ബാക്കിയുള്ള ആൾക്കാര് നിങ്ങൾ എന്താണ് ഇപ്പൊ ചെയ്യുന്നത് അതെന്നെ ഫോളോ ചെയ്തോളൂ. ഇപ്പൊ ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്ക് ഓൺലൈനും ഓഫ്ലൈനും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എങ്ങനെ പഠിക്കും, അതാണ് നോക്കുന്നത്. ഒരു ടോപ്പിക് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ നാഷണൽ ഇൻകം MCQ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. നാഷണൽ ഇൻകം MCQ. കൊടുത്തില്ല, ഇവിടെ ഇത്രയും MCQ ഉണ്ട്. നോക്കിക്കേ, 250+ MCQ ഉണ്ട്. കൊമേഴ്സ് സ്കൂളിന്റെ യൂട്യൂബ് വേണമെങ്കിൽ യൂട്യൂബ് നോക്കാം. MCQ മേറ്റ് ഉണ്ട്, ഇതിൽ വായിക്കാം. ഇഷ്ടംപോലെ ഉണ്ട്. ഇതാ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് MCQ ഉണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഏറ്റവും നമ്മൾ ഡിഗ്രി പഠിക്കുന്ന കാരണം നമുക്ക് വേണമെങ്കിൽ പറയാം ഫോർ UPSC എന്ന് അടിച്ചു നോക്കാം. പിന്നെ ഒന്ന് നോക്കണം, നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് കിട്ടും. മാക്സിമം ഹൈ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പിന്നെ കിട്ടുന്നത്. ഇതാ MCQ, ഇതൊക്കെ MCQ ആണ്. ഒരു ടോപ്പിക് കൊടുക്കുക, എന്നിട്ട് MCQ ആക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് MCQ കിട്ടും. പിന്നെ നിങ്ങൾക്ക് എന്താ ടെൻഷൻ, UPSC എന്നും കൂടി അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഹൈ ലെവലുള്ള MCQ ആണ് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ പോകുന്നത്. അപ്പൊ പിന്നെ ബാക്കിയുള്ള താഴെയുള്ളത് കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ആ രീതിയിൽ വേണം പഠിക്കാൻ. പിന്നെ ഇപ്പോഴത്തെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമ്മള് ഇപ്പോ പൊതുവെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളും കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ മാത്സും ഇംഗ്ലീഷും മലയാളവും എന്ന് പറയുന്നത് തറമായിട്ടിരുന്ന് പഠിക്കുക, ഭയങ്കര തറവായിട്ടിരുന്ന് പഠിക്കുക. തറവായിട്ടിരുന്ന് പഠിച്ചാൽ മാത്രം ഓരോ കാര്യങ്ങളെടുത്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അതുമായിട്ട് റിലേറ്റ് ആ ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിക്കുമായിട്ട് വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കുക. മാക്സിമം നിങ്ങളുടെ എഫേർട്ടിന്റെ മാക്സിമം അല്ല അതിൽ കൂടുതൽ. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഒരു 10 ടൈംസ് എഫേർട്ട് ഇടാൻ പറ്റുവാണെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു 15 ടൈം ഇട്ടോ. നിങ്ങൾ ടെൻഷൻ ആവുമായിരിക്കും, എക്സോസ്റ്റഡ് ആയിരിക്കും, കുഴപ്പമില്ല, കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് യൂസ് ടു ആവും. നിങ്ങൾ ഒരു 3-4 മാസം കഷ്ടപ്പെട്ടാൽ മതി, കൂടുതലൊന്നും വേണ്ട കേട്ടോ. ഒരു 3-4 മാസം നിങ്ങൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സെറ്റിൽഡ് ആവുകയാണെങ്കിൽ അതല്ലേ നല്ലത്. 3-4 മാസം കഷ്ടപ്പെട്ടിട്ട് ലൈഫ് സെറ്റിൽഡ് ആവുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കൃത്യമായിട്ട് നല്ല രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് സെറ്റാണ്. ഡിഗ്രി പ്രിലിംസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെയിൻസിന് ക്വാളിഫൈ ആയി. മെയിൻസിന് ക്വാളിഫൈഡ് ആവുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലായിരിക്കും. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിലും ശരി, കമ്പനി ബോർഡ് ആണെങ്കിലും ശരി, SPCAD ആണെങ്കിലും ശരി, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആണെങ്കിലും ശരി, ഏതൊരു എക്സാമിന് വേണ്ടിയിട്ടും പഠിക്കാം. അപ്പൊ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് ഏത് പഠിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും.
അതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ആ സമയത്ത് നമുക്ക് ഇനിയിപ്പോ 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് ആണെങ്കിലും 80 മാർക്ക് കോമൺ ആണ്, അല്ല 80 മാർക്ക് കോമൺ ആണ്. അപ്പൊ കോമൺ ഒക്കെ ക്ലിയർ ആയി കഴിഞ്ഞു വെച്ചാൽ 20 മാർക്കില്ലെങ്കിൽ നിങ്ങൾക്ക് 80 കിട്ടിയാലും മതി. അപ്പൊ അങ്ങനെ ആലോചിക്കുക. അല്ലാണ്ട് അയ്യോ സ്പെഷ്യൽ ടോപ്പിക് കുറേ പ്രിലിംസ് ക്വാളിഫൈ ചെയ്തു, 3-4 എക്സാമിന് ഞാൻ ക്വാളിഫൈഡ് ആയി, അപ്പൊ ഞാൻ ഏത് സെലക്ട് ചെയ്യും, ഇങ്ങനെ യാതൊരു ചിന്തയും നിങ്ങൾക്ക് പാടില്ല കേട്ടോ. ഒരു ചിന്ത പോലും നിങ്ങൾക്ക് പാടില്ല. അതാണ് മനസ്സിലാക്കണം. ഒറ്റൊരു ചിന്ത പോലും നിങ്ങൾക്ക് പാടില്ല. കാരണം നമ്മൾ കൃത്യമായിട്ട് എന്തായിരുന്നു മനസ്സിലാക്കണം, നമ്മൾ പഠിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. കൂടുതൽ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുള്ളൂ. ആലോചിക്കാതെ മര്യാദയ്ക്ക് പഠിക്കുന്നവരൊക്കെ കയറിപ്പോവും, നമ്മൾ അവിടെ ആലോചിച്ചിരിക്കുള്ളൂ. അപ്പൊ അതെന്തായിരുന്നു നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇനി അടുത്തത്, അപ്പൊ നമ്മൾ മാത്സും ഇംഗ്ലീഷും മലയാളവും പറഞ്ഞത്. ഇനി ഈ 50 കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇത്രയധികം വായിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏറ്റവും എളുപ്പം ഏതാണ് ഇതിന് അത് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. നമുക്ക് നോക്കാം ഓരോന്നിലും. ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു, ഈ കേരള ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും ഒക്കെ പഠിക്കണമെന്ന്. അപ്പൊ ഇതിലെ ഏറ്റവും എളുപ്പം ഏതാണ്? ആദ്യത്തെ സിലബസ് ഏറ്റവും കൂടുതൽ ആദ്യം കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ്, നമ്മൾ ഇത്രയും കവർ ചെയ്തു എന്നുള്ളൊരു സന്തോഷം നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ സന്തോഷമൊക്കെ കിട്ടി നമുക്ക് മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാല് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നത് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗമാണ് അല്ലെ. ഏറ്റവും എളുപ്പത്തിൽ ഒരു ടോപ്പിക് എടുക്കുന്നു, പഠിക്കുന്നു, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് ഏറ്റവും നന്നായി ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. വേൾഡ് ഹിസ്റ്ററി പഠിച്ചൂടെ? ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേൾഡ് ഹിസ്റ്ററി പഠിക്കാൻ സാധിക്കും. ഓക്കെ, വേൾഡ് ഹിസ്റ്ററി ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. അപ്പൊ ഹിസ്റ്ററിയുടെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തായിരുന്നു കേരള ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയിലൊക്കെ പോവാം. ആദ്യം വേൾഡ് ഹിസ്റ്ററി ഒന്ന് സെറ്റാക്കുക. അപ്പൊ നമ്മൾ എന്തായിരുന്നു ഹിസ്റ്ററിയുടെ ഒരു ഭാഗം ഒരു 2-3 മാർക്കിനുള്ള സെറ്റാക്കി വെച്ചു. അങ്ങനെ നമ്മുടെ മനസ്സിന് നമ്മൾ തന്നെ സന്തോഷിപ്പിക്കണം, നീ ആള് കൊള്ളാമെന്ന് നമ്മുടെ മനസ്സ് നമ്മളുടെ അടുത്ത് തന്നെ പറയണം. ജോഗ്രഫി ഏറ്റവും നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ് ജോഗ്രഫി കേട്ടോ. ഇപ്പോ ചില ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, ചില ആൾക്കാർക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഏറ്റവും പഠിക്കാൻ എളുപ്പം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ടോപ്പിക് വൈസ് ആണെന്നേ പറയുള്ളൂ. ഇപ്പോ റിവേഴ്സ് മിക്കവാറും പേപ്പറുകളിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും റിവേഴ്സ്. പിന്നെ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് ഈ അഗ്രികൾച്ചറിന്റെ വെറൈറ്റി പേരുകള്, അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ, അതൊക്കെയാണ്. പക്ഷെ റിവേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ. പിന്നെ നാഷണൽ പാർക്ക് ഓരോ സ്ഥലങ്ങളിൽ എവിടെയൊക്കെയാണ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്ക്, ഇതൊക്കെ എന്തായിരുന്നു ജോഗ്രഫിയില് പഠിക്കാൻ വേണ്ടി വരുന്നത്. അത് നിങ്ങളുടെ ഒരു ഇഷ്ടപ്രകാരം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഏതാണ് നല്ലത്, അതൊക്കെ പഠിക്കാം. ഇനി എല്ലാം മുഴുവനായിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് പഠിക്കാം. അപ്പൊ ടോപ്പിക് ഞാൻ പറയുന്നത് ഏറ്റവും എളുപ്പം, അതായത് പാസ് മാർക്ക് കിട്ടാനുള്ള പരിപാടിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നോക്കാം എക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ PYQ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് സെറ്റാണ്. PYQ നോക്കിക്കഴിഞ്ഞാൽ അതിലുണ്ടാവും മോണിറ്ററി പോളിസി, ഫിസ്ക്കൽ പോളിസി, നാഷണൽ ഇൻകം പ്ലാനിംഗ് കമ്മീഷൻ. ഇത് 4 എണ്ണത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് മാറി മാറി ചോദിച്ചിട്ടുണ്ടാവും. 4 എണ്ണത്തിനും ചോദ്യങ്ങൾ മാറി മാറി എപ്പോഴും ചോദിച്ചിട്ടുണ്ടാവും. അത് തന്നെയാണ് സ്ഥിരമായിട്ട് എക്കണോമിക്സിൽ നടക്കുന്നത്. പിന്നെ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യനും കൂടി വരും. സിവിക്സ് ഇത്രയും പഠിക്കാറുണ്ട്. പിന്നെ ഏറ്റവും എളുപ്പമുള്ള ഭാഗമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഏറ്റവും എളുപ്പമുള്ള ഒരു ഭാഗം കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. വളരെ കുറച്ചേ ഉള്ളൂ, 5 മാർക്കിന് വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. ഞാനിപ്പോ പറഞ്ഞത് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിലുള്ളത് കേട്ടോ. പിന്നെ സയൻസ് ആൻഡ് ടെക്കും ആർട്ട് ആൻഡ് കൾച്ചറൊക്കെ അത് കുറച്ച് വൈഡ് ആണ്, അത് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ പഠിക്കുന്ന ആൾക്കാർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഏറ്റവും ആദ്യം ഇംഗ്ലീഷും മാത്സും മലയാളം സെറ്റ് ആക്കുക എന്നുള്ള ഒരു കാര്യമാണ്. അത് സെറ്റ് ആക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് സെറ്റ് ആക്കുക എന്ന് പറയുന്ന കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. അപ്പോ ഇത്രയാണ് പറയാനുള്ളത്. നമുക്ക് അടുത്തൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഒരു കോഴ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ കോഴ്സിനെ കുറിച്ച് അറിയാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ ഡേറ്റ അനലിറ്റിക്സും
കോഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഈ കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, റെക്കോർഡ് സെഷൻ ഉണ്ടാവും, മെന്ററിംഗ് സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് AI റിലേറ്റഡ് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗും ഡേറ്റ അനലിറ്റിക്സും ചെയ്യുന്ന ആദ്യത്തെ ഒരു പ്ലാറ്റ്ഫോം, എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമാണ് കരിയർ 24/7 എന്ന് പറയുന്നത്. 100% കരിയർ അസിസ്റ്റൻസ് ആണ്. നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നമ്മൾ ജോലി സെറ്റ് ആക്കി തരും. അതാണ് 100% കരിയർ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.